a plus b whole square is equal to a square plus 2ab plus b square. എനിക്ക് ഓർമ്മയില്ല. ഇന്ന് വരെ ഞാൻ പഠിച്ചതൊന്നും എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ആവശ്യം വരാത്ത കാര്യം. c square theta minus cos square theta is equal to tan square theta. ആക്ച്വലി ഇതൊക്കെ എവിടെ ഉപയോഗിച്ചെന്ന് ഒരു പിടുത്തല്ലേ. സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത് മാത്സ് ടീച്ചറാണോ? ഏറ്റവും കൂടുതൽ അടി കൊണ്ടതും ഇതിലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ തല്ലു കൊണ്ടിട്ടുള്ളത് മാത്സ് ടീച്ചറുടെ ഇതാ. ശരിക്കും ഇതിന്റെ ആവശ്യം ഉണ്ടോന്നുള്ള ശരിക്കും പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളുള്ള കുട്ടികളെല്ലാം ഇതിനകത്ത് വരുന്ന ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ. അതായത് കുട്ടികൾ ഇതൊക്കെ പഠിക്കണമെന്ന് എവിടെയൊക്കെ വരുന്ന ആരൊക്കെയോ തീരുമാനിക്കുന്നു. ഇതൊക്കെ നാളെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുമെന്ന് അവർ ആലോചിക്കുന്നില്ല. അവരവരുടെ ചിന്തയ്ക്കനുസരിച്ചുള്ള ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നമുക്കൊരു ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. 10ാം ക്ലാസ് വരെയൊക്കെ നമുക്ക് ഏതൊരു സബ്ജക്റ്റ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ ഏതിലേക്കാണ് നമ്മൾ തിരിയേണ്ടതെന്നുള്ളൊരു ഐഡിയ അറിയാന്നുള്ളതാണ്. 10ാം ക്ലാസ് വരെ എല്ലാ സബ്ജക്റ്റും നമ്മളെ ഒന്ന് കണക്ട് ചെയ്ത് ഒരു അവിയൽ പരുവായിട്ട് ചോയ്സ് വരുന്നത് ഏത് സബ്ജക്ട് തുടർന്ന് പഠിക്കണം എന്നുള്ളൊരു ചോയ്സ് വരുന്നത് +1 ആണ്. അതുവരെ നമ്മൾ ഇതൊക്കെ അത് കുട്ടിക്കാലത്ത് ഒരു കുട്ടിയിലേക്ക് എന്തൊക്കെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു ആ കുട്ടി അതങ്ങ് അതിനനുസരിച്ച് മോൾഡ് ചെയ്ത് 10ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മെച്ചൂരിറ്റി നമുക്ക് അത്യാവശ്യം ബോധം വരുന്ന സമയം. ആ സമയത്ത് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്. ഇത് എന്ത് പഠിക്കണം, ഇത് അത് പഠിക്കണം, ഇത് പഠിക്കണം. അങ്ങനെയായിരുന്നു. എത്ര കുട്ടികളെന്ന് പറയുമ്പോൾ ഇപ്പൊ സ്പോർട്സ് ആണെങ്കിലും ടെക്നിക്കലാണെങ്കിലും മറ്റെന്തെങ്കിലും കഴിവുകളാണ്. ഈ കുട്ടികൾക്കൊന്നും ഇതിലോട്ട് ഫോക്കസ് ചെയ്യാനേ പറ്റുന്നില്ല. ആവശ്യമില്ലാത്ത സബ്ജക്റ്റുകളാണ് മൊത്തം ഇപ്പൊ ടീച്ചർമാർ അടിയില്ല. പണ്ട് ടീച്ചർമാര് പൊതിരെ തല്ലായിരുന്നു. സ്റ്റേറ്റ് ICSE അങ്ങനെയല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ CBSE-ക്കാര് ഒന്ന് മാറ്റി നിർത്തുവാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് സിലബസുകാർക്ക് പല പാഠ്യപദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്റെയൊക്കെ ഒരു 5ാം ക്ലാസ്സിൽ തന്നെ DPP വരുന്നത്. ആ DPP വന്ന ആകെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് 2-3 വർഷത്തിനുള്ളിൽ അത് എടുത്ത് മാറ്റേണ്ടി നല്ലതായിരുന്നു. സർവശിക്ഷ അഭിയാനോ അങ്ങനെ ഒരു സാധനം വന്നു. അതും മാറ്റി ഇപ്പൊ എവിടെ എത്തിക്കണം സിലബസ് ആക്ച്വലി ഒരു പിടുത്തമില്ല. DPP സംബന്ധിച്ച് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അത് വളരെ നല്ല കാര്യം. നാളെ അവന്റെ സാധനങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ശരിയാണ്, അതിനൊക്കെ വാല്യൂ ഉണ്ട്. പക്ഷെ ഈ ഒരു ചെറിയ പ്രായത്തിൽ അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനോ ഇതൊന്നും വേണ്ട. നമുക്ക് എത്ര കുട്ടികൾക്ക് നിയമത്തെ പറ്റി അറിയാൻ ചേട്ടാ. അതിനകത്ത് വളരെ സീരിയസ് ആയ വിഷയമുണ്ട്. അതായത് കുറ്റവാളികൾ ഒരുപാട് കൂടുന്നുണ്ട് നമ്മുടെ സ്കൂളുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇത് അവസാനിപ്പിക്കാൻ ഒരൊറ്റ വഴിയുണ്ട്. 5ാം ക്ലാസ് മുതൽ കുട്ടികളെ നിയമം പഠിപ്പിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഡിഗ്രി കഴിയുന്ന ഒരു കുട്ടിക്ക് കോടതിയിൽ പോയി സ്വയം വാദിക്കാനും അവനുള്ള നിയമത്തെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ എന്താണെന്ന് ഇനിയിപ്പോ അവൻ ചെയ്യാതിരുന്നാൽ പോലും അവനൊരു പേടി. പക്ഷെ മറ്റേത് അതല്ല. മറ്റേത് ഇതിനെപ്പറ്റി ധാരണയില്ല. എന്ത് ചെയ്താൽ അല്ലെങ്കിൽ ഞാനിപ്പോ അല്ലെങ്കിൽ എനിക്കൊരാട് വൈരാഗ്യമുണ്ട്, ഞാൻ ആ വൈരാഗ്യമുള്ള ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കണം എന്ന് ഞങ്ങൾ 2-3 പേര് കൂടി ഇരുന്ന് സംസാരിക്കുന്നിടത്ത് എന്ത് ശിക്ഷ വീഴുന്ന അറിയില്ല. ഗൂഢാലോചന വീഴാണ് അവിടെ. അത് കൊലപാതകത്തിന് മുന്നുള്ള ഗൂഢാലോചന. അപ്പോ ശരിക്കും കുട്ടികൾക്ക് അവരുടെ ഒരു തരത്തിലുമുള്ള ഉപകാരപ്രദമായ കാര്യങ്ങളല്ല പഠിപ്പിക്കണം. അല്ല, കുട്ടികളെ ഉപകാരപ്രദമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ കാലഘട്ടം മാറി AI ക്യാമറകളുടെ കാലത്തേക്ക് വന്നു. അപ്പോൾ അതെല്ലാം പ്രാക്ടിക്കലായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറണം. ഈ സിലബസുകളൊക്കെ മാറ്റി കുറച്ചുകൂടി ഫ്രണ്ട്ലി. നാളെ അവൻ്റെ ഒരു ജോലി സമ്പാദിക്കാൻ നാളെ അവൻ്റെ ജോലി സമ്പാദിക്കാൻ എന്ത് വേണം ആ വിധി പഠിപ്പിക്കാം. അതെ, ഇനി എല്ലാ കുട്ടികളും പഠിച്ച് മാർക്കൊന്നും വാങ്ങി പോകില്ല. ശരിക്കും ഞാനൊക്കെ പഠിപ്പിച്ചപ്പോ എന്റെ അധ്യാപകരുടെ ഒരു കണക്കൂട്ടൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ മാർക്ക് വാങ്ങുന്നത് അവനും എടുക്കാൻ. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആരാണോ ആ ക്ലാസ്സിൽ മാർക്ക് വാങ്ങാതിരുന്നത് കാരണം അവനെ സംബന്ധിച്ചിട്ട് അവന് നിലനിൽപ്പ് അവന്റെ ആവശ്യമായിരുന്നു. മറ്റവരെ സംബന്ധിച്ചിട്ട് എനിക്ക് മാർക്ക് ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എന്താ പ്രശ്നം, എനിക്കിപ്പോ +2 അഡ്മിഷൻ കിട്ടും, ഡിഗ്രി അഡ്മിഷൻ കിട്ടും, ഞാനൊരു BCom എടുക്കുന്നു, BCom എടുത്തിട്ട് ഏതെങ്കിലും കമ്പനിയിൽ അക്കൗണ്ടിൽ കയറുന്നു. മറ്റവൻ ആ കമ്പനി എങ്ങനെ ഉണ്ടാക്കുന്ന അറിയുന്നു. ഒരാളുടെയും ജീവിതത്തിന്റെ വഴി നിശ്ചയിക്കുന്നത് അവൻ പഠിക്കുന്ന കാര്യങ്ങളല്ല. അവന്റെ വഴി വേറെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, കണ്ടും അറിഞ്ഞും പഠിക്കട്ടെ എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠ്യപദ്ധതികളൊക്കെ ഇങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഉള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളുടെയൊക്കെ സമയത്ത് നമ്മൾ മലയാളം വൃത്തങ്ങളും അലങ്കാരങ്ങളും അങ്ങനത്തെ കുറെ സാധനം മഗപ്പ് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ കവിതകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അത് ഒരു വൃത്തത്തിൽ അടിസ്ഥാനപരമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒന്നിനൊന്നോട് സാദൃശ്യം, ചൊന്നാൽ ഉപമയാമത്, അങ്ങനെ ശ്രദ്ധകാകളി വൃത്തം, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് അറിയില്ലായിരുന്നു പഠിച്ചപ്പോ. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളുടെ സിലബസിൽ ഇല്ലാന്നുള്ളതാണ്. ഞാൻ വേറെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടിരുന്ന VS അച്യുതാനന്ദൻ, അദ്ദേഹം ഒരു തയ്യൽക്കാരനായിട്ട് ജീവിതം തുടങ്ങിയ ആളാണ്. പക്ഷെ അദ്ദേഹം കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. അദ്ദേഹം പഠിച്ചതും ജീവിതത്തിൽ നിന്നാണ്, ലൈഫിൽ നിന്നാണ്. പിന്നെ ആൾക്കാരുടെ താല്പര്യങ്ങൾ ഇപ്പൊ സിലബസിലേക്ക് വരുന്നുണ്ട്. അതിപ്പോ മതമായാലും പൊളിറ്റിക്സ് ആയാലും എന്തായാലും ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു
ഇത് കാണുന്നുണ്ട്. നമുക്ക് എപ്പോ നോക്കിയാലും നമുക്കത് മനസ്സിലാവും ആരാണോ ഭരണം അവരുടെ എന്തെങ്കിലും ഒരു സാധനം അതിന്റെ അകത്ത് അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും ഇന്ന പാർട്ടി എന്നല്ല എല്ലാ പാർട്ടികൾക്കും ആ സാധനം ഉണ്ട്. അതിപ്പോ സിനിമയിലാണെങ്കിലും വരും, അതിപ്പോ കഥകളിലും വരും, നോവലുകളിലും വരും, കവിതകളിലും വരും, എല്ലായിടത്തും ഈ സാധനം. അതൊക്കെ അവന്റെ ഉള്ളിലുള്ള ഒരു ശേഷിയും ശക്തിയും ഉണ്ട്, അതിനനുസരിച്ച് വരും. ഇപ്പൊ തമാശയായിട്ട് പറയാറുണ്ട്, പഠിക്കുന്നവൻ IAS കാരനാകുന്നു അല്ലെ IPS കാരനാകുന്നു, പഠിക്കാതെ കറക്കി നടക്കുന്നവൻ അവനെ ഭരിക്കുന്ന മന്ത്രിയാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ കോളേജുകൾക്കാണെങ്കിലും സെൽഫ് അവരുടെ സിലബസ് ഓട്ടോണമസ് എന്ന് പറയുന്ന സംഭവം തീരുമാനിക്കാം. തങ്ങളുടെ കോളേജിലുള്ള കുട്ടികൾ എന്തൊക്കെ പഠിക്കണം, അതൊരു നല്ല കാര്യമായിട്ട് അത് കോളേജ് നല്ല കാര്യമാണ്. അവിടെ ഒരു നല്ല സിലബസ് കമ്മിറ്റി ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അവിടെയാണ് ഈ പറഞ്ഞ താല്പര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മള് 10ാം ക്ലാസ് പ്ലസ് 2 കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന വലിയൊരു സമൂഹത്തിലോട്ട് അല്ലെ, ആൺപിള്ളേരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇറങ്ങുന്നത്. നമുക്ക് ആ സമൂഹത്തിൽ ചെന്നിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ ഒരു പ്രപ്പോസൽ നടത്തുന്ന ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺകുട്ടിയോടോ ആൺകുട്ടി പെൺകുട്ടിയോടോ അതറിയാൻ പാടില്ല. ഡേറ്റിംഗ് എന്താണെന്ന് അറിയാൻ പാടില്ല. നമുക്ക് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. നമുക്ക് എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയില്ല. ബേസിക്കലി ഈ സാധനം അല്ലെങ്കിൽ നമുക്കൊരു എന്തിനു പറയുന്നത് ഒരു വണ്ടി ഓടിച്ച ഒരു ട്രാഫിക് എന്താണെന്ന് പോലും അറിയില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഏത് വഴിക്കൂടെ റോഡിൽ കൂടെ നടക്കണമെന്ന് പോലും പലപ്പോഴും നമുക്ക് അറിയാം. ഇതൊന്നും പഠിക്കുന്നില്ല. പ്രാക്ടിക്കലായ എത്ര കാര്യങ്ങൾ ഇംഗ്ലീഷിന്റെ ഗ്രാമർ പഠിപ്പിക്കാതെ അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കൂ. ക്ലാസ്സിൽ ഡ്രൈവിംഗിന്റെ നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കൂ. അല്ലാതെ മനുഷ്യന് ആവശ്യമുള്ള നിയമങ്ങളെ കുറിച്ച് പഠിക്കൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഇനി അടുത്ത കാലത്തൊക്കെ വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഈ രോഗി ശുശ്രൂഷയ്ക്കുള്ള ജോലികളാണ് വരാൻ പോകുന്നത്. ടെക്നിക്കലി ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പണ്ട് നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ കൈത്തൊഴിൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വാല്യൂ കുറഞ്ഞ ഒരു ജോലിയായിട്ട് എങ്ങനെയോ നമ്മൾ ഇൻജക്ട് ആക്കി. അല്ല, അതുകൊണ്ട് ജീവിക്കാൻ പറ്റാതായപ്പോഴും ഇപ്പോഴും ഇൻഫോപാർക്കിൽ 7000-6000 രൂപയ്ക്ക് ജോലിക്ക് പോകുന്നതാണ് ലാഭം. അതായത് 10,000-2,000-2,500 അടുത്ത ഒരു മരപ്പണിക്കാരൻ നിന്ന് പണിയുന്നതിന് വിലയില്ല. മനസ്സിലായോ? ഇൻഫോപാർക്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് ഇട്ട് പോകുന്നതാണ് വാല്യൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഒരു തട്ടുകടയിൽ നമ്മുടെ സുഹൃത്ത് ജോലി ചെയ്യുന്നത് രാത്രി 8 മണിക്ക് കയറി വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങുന്ന അവൻ്റെ ശമ്പളം 1750 രൂപയാണ്. ഇൻഫോ പാർക്കിൽ ഈ പറഞ്ഞതുപോലെ ജോലി ചെയ്യുന്ന അവൻ്റെ 1500 × 30 1750 × 30 എത്രയായി? അവൻ 50,000 രൂപയ്ക്ക് വേണ്ടി ശമ്പളം മേടിക്കുന്ന ആളായി. അവൻ 10,000 വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ജോലി ചെയ്യാനുള്ള മനസ്സാണ് അതിൽ പ്രശ്നം. അവന് ജോലി ചെയ്യാൻ എന്താണ് റിസൾട്ട് തന്നെ നോക്കിക്കേ, 99% എത്ര ശതമാനം വിജയികളാണുള്ളത്. ഇവരെല്ലാരെയും വിജയിപ്പിച്ചു വിട്ട ഇവർക്കൊക്കെ +2 അഡ്മിഷനും കൊടുക്കണം. ഇവരുടെ ഒരു ഭാവി ആലോചിച്ച് നോക്കേ. ശരിക്കും പറയാം, യോഗ്യത ഇല്ലാത്തവർ അതിൽ പാസ്സായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ എന്താ പറയുക, അഭിമാനം സംരക്ഷിച്ചത് ആ തോറ്റ .% ആൾക്കാരാണ്. ഞാൻ കാര്യം അത് കുട്ടികളുടെ മാനസികാവസ്ഥനെ പേടിച്ചിട്ടായിരിക്കണം നമ്മൾ അങ്ങനെ ശരിയാണ്. പക്ഷേ തോൽവിനെ കൂടി ഫേസ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഉള്ള മാർക്ക് തോൽവി ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കുട്ടികൾ പലതും സൂസൈഡിലേക്ക് വരുന്നത്. അതായത് അവന് അവരാണ് ഇനി നാട് ഭരിക്കാൻ പോകുന്നത്. എന്തും ഈ മാർക്ക് കുറഞ്ഞ പിള്ളേരെ ജയിച്ച് ഇങ്ങനെ വരുന്നത്. ജയിച്ചവരുടേത് മാത്രമല്ലല്ലോ, തോറ്റവരുടെ തോറ്റ് ജയിച്ചവരാണ് ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത്. അതെ, നമ്മള് പണ്ട് കാലങ്ങളിൽ ഗുരുകുലങ്ങളിൽ ഇതെല്ലാം പഠിപ്പിക്കുമായിരുന്നു. അതെ, എല്ലാ കാര്യങ്ങളും എങ്ങനെ ഗുരുവിന്റെ അടുത്ത് പെരുമാറണം, മാതാപിതാക്കളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം പറഞ്ഞിരുന്നു. ആയോധന കലകൾ തുടങ്ങി എനിക്ക് പാചകം ഉൾപ്പെടെ അവിടെ നിന്ന് കൃഷി ഉൾപ്പെടെ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് എപ്പോഴും മാറ്റം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് മുതലാണോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ബിസിനസ്സായിട്ട് കച്ചവടമായത് അന്ന് മുതൽ ഈ സാധനം ചേഞ്ച് ആയി. ഇതിനെന്തോ വലിയ രീതിയിൽ ചില്ലിട്ടൊരു കൂടെ ആക്കി CBSE എന്നൊക്കെ പേരിട്ട് ഒരു ഇംഗ്ലീഷ് ഒരു വലിയ സെറ്റപ്പാക്കി മാറ്റി ഈ സാധനം. എന്നാൽ അതിന്റെ ഉള്ളിൽ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ വാവ്, സത്യമാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന പിള്ളേർക്കും ഇത് എന്തിനാ ഇവിടെ വന്നേന്ന് അറിയില്ല. എല്ലാവർക്കും ഫണ്ടിങ് ആണ് ശരിക്കും അല്ലേ? ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്കും ഫണ്ടിങ്. ഗുരുകുല സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ഗുരു എന്ന് പറഞ്ഞ ആൾക്ക് എല്ലാം അറിയാം. അയാൾക്ക് എങ്ങനെ അറിയാം കൃത്യമായി ഈ കുട്ടി എന്ത് പഠിപ്പിക്കണം. ഒരു കുട്ടി അവനോട് വിറക് വെട്ടുന്നത് മുതൽ ഗുരുവിനും പത്നിക്കും പാചകം ചെയ്യുന്നത് മുതൽ, വിറക് വെട്ടുമ്പോൾ അവനൊരു ജോലി പഠിക്കും. ഗുരുവിനും പത്നിക്കും പാചകം ചെയ്യുമ്പോൾ അവൻ ആ ജോലി എന്തുകൊണ്ടായിരിക്കും നിന്ന് പോകാൻ? അത് നിന്ന് പോയത് കാലം മാറി മാറി വരുമ്പോ ആ സിസ്റ്റം എല്ലാം മാറിയല്ലോ. ഇപ്പോഴത്തെ ഗുരുക്കന്മാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്ലിനെസ് കൂടി 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 കുട്ടികൾ ഗുരുക്കന്മാരുടെ തലയിൽ കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായത്. ഒരു റെസ്പെക്ട് ഇല്ലല്ലോ ഗുരുവിനോടൊക്കെ. അല്ല, അങ്ങനെ കുട്ടികളെ നിർത്താനും പറ്റില്ല. ഇപ്പൊ പേടിപ്പിച്ചൊന്നും കുട്ടികളെ നിർത്താൻ പറ്റില്ല. കാരണം ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് അവൻ 5 വയസ്സാകുമ്പോൾ അവന്റെ വിരൽത്തുമ്പിൽ ലോകമുണ്ട്. അവനറിയാം കാലഘട്ടം റീൽസിന്റെ കാലഘട്ടം. അപ്പൊ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ട് വേണം. ഇത് അവന് പ്രാക്ടിക്കലായിട്ടുള്ള ഇത് നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ഗവൺമെന്റിന്
ഒരു രീതിയുണ്ട് ഇതിന്. അതിനൊരു സിലബസ് കമ്മിറ്റി ഉണ്ടാവും. അവരായിരിക്കും ഇത് ഓരോ കാലത്തും അത് പരിഷ്കരിച്ച് ആ സിലബസ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ തീരുമാനിക്കപ്പെടുന്നവരിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ചേട്ടാ ഇത്രയും വർഷമാണെങ്കിലും നമ്മൾ ഇത്രയും വർഷത്തെ കുട്ടികളുടെ ഒരു ടോട്ടൽ ഇതെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കില്ല എന്താണ് ക്വാളിറ്റി. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പഠിച്ച പല കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, മലയാളം അറിയില്ലല്ലോ. ഇംഗ്ലീഷ് സ്വാഭാവികമായിട്ട് നമ്മളെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാലും നമുക്കത് മനസ്സിലാവുന്നില്ല. മലയാളം അറിയില്ല. മലയാള അക്ഷരങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാത്ത മലയാളം സെക്കൻഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു സിലബസിൽ. ഇപ്പൊ അതൊന്നും ഇല്ല. ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ജീവിക്കാൻ ഇതിന്റെ പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ നമ്മുടെ പട്ടിക എണ്ണുന്ന എഞ്ചുപടികൾ ഇപ്പൊ കാണാൻ കേട്ടിട്ട് വർഷങ്ങൾ കാണാനില്ല അല്ലേ? ഞാനൊക്കെ അത് വെച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മൾ 1 2 2 2 2 4 4 സിമ്പിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പഠിച്ചു. അതിപ്പോ കാണാനില്ല. കുട്ടികളൊന്നും ഇപ്പൊ കല്ലം മൊബൈലിൽ കുട്ടിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നുള്ളൂ. കുട്ടികൾക്ക് ഇതിന് ശേഷം ഇത് കാണാതെ ഒന്ന് പറയാൻ പറഞ്ഞാൽ 8 8 എത്രയെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. 8 × 8 എത്രയെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് അവന് പറയാൻ പറ്റില്ല. അല്ല അത് അവിടെയാണ് ഈ ഒരു ആധുനികത എന്ന് പറയുന്നത്. അതാണല്ലോ എന്തിനും നിങ്ങൾ പണ്ടത്തെ പോലെ ഇതെല്ലാം കൂട്ടി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ ഫോൺ എടുക്കുന്നു. അതെ നമ്മുടെ അത് ടെക്നിക്കലി അവിടെ വർക്ക് ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഗുണനം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഓരോ സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെന്റ് ആണ്. പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് പുതിയ തലമുറ ചോദിക്കുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ അങ്ങനെ ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഓരോ സെൽസിനെ നമ്മൾ ഉണർത്തി അതിനോട് ഫീഡ് ചെയ്തുകൊണ്ടേ. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ കണക്ക് പരീക്ഷയുടെ ഒക്കെ ആ ഒരു പേപ്പറിൽ ഈ ഹരിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് നമ്മളൊരു സൈഡിൽ ആ പേപ്പറിന്റെ ഒരു വർക്കിംഗ് കോളം ഉണ്ട്. ആ വർക്കിംഗ് കോളത്തിൽ ഇത് ചെയ്ത് നോക്കണം, കാരണം വേറെ ഓപ്ഷൻ ഇല്ല, പഠിച്ചേ പറ്റൂ. ഇപ്പൊ അത് മാറി ഓരോ സ്റ്റെപ്പായിട്ട് അത് കണ്ടുപിടിക്കുന്നതിന് മാർഗമാണ്. അപ്പൊ അത്തരം നല്ല ഒരു രീതി അന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം ഈ മാത്സ് എക്സാമിന് കാൽക്കുലേറ്റർ കൊണ്ട് കയറാം, അവന്റെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ വന്നു, ആയാസം ഇല്ലാതായി. കാരണം ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഗുരുവിന്റെ കീഴിൽ നിന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവിനുള്ള ഭക്തിയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഭക്തിയൊക്കെ മാറി ഇത് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പേഴ്സണലി ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അവരെപ്പോഴും ഇമോഷണലാണ്. അത് അല്ലാതെ നമ്മളിപ്പോ ഒരു ഗുരുവിന്റെ കീഴിൽ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം, അതിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ അറിവ് നമുക്ക് പോളിഷ് ചെയ്യാം. അധ്യാപകർക്കൊന്നും വടിയെടുത്ത് അടിക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ല ഒരാവശ്യമില്ലാതെ വടിയെടുത്ത് അടിച്ചിട്ട് അധ്യാപകരും സമയത്തുണ്ട്. നമ്മുടെ ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരു അയാളുടെ കുട്ടികളെ കാറ്റിനെക്കുറിച്ചും കാറ്റിന്റെ ഗതിയെക്കുറിച്ചും പിന്നെ പുഴയെക്കുറിച്ചും വനത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ച് എല്ലാം പഠിപ്പിക്കും. എല്ലാത്തിനും പഠിപ്പിക്കും. ഒരു ആയുധം ഉപയോഗിക്കാൻ പഠിപ്പിക്കും. പഠിക്കണം ഒരു ഗുരുവിന്റെ കീഴിലിരുന്ന ഒരു നമ്മൾ അങ്ങനെ ഒരു ആൾ. ഇപ്പൊ ഗുരുവിനെ നമുക്ക് സന്യാസത്തിൽ മാത്രമേ കിട്ടാൻ പറ്റൂ, അല്ലെങ്കിൽ കളരികളിലൊക്കെ കിട്ടും. കളരി പഠിക്കും. ശരിക്കും അങ്ങനെ ഇൻട്രസ്റ്റഡ് ഉള്ള പാരന്റ്സിന് അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് ആക്കാൻ സാധിച്ചിരുന്നെങ്കിൽ സിലബസ് മാറി മറിഞ്ഞു വരും. പഴയതുപോലെ സിസ്റ്റം ആയിരുന്നെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഒന്നും തിരിച്ചു പോക്കൊന്നും നമുക്ക് തിരിച്ചുപോക്ക് ഉണ്ടാവും. അല്ല, അത്തരം ഗുരുക്കന്മാരെ നമ്മുടെ പുതിയ കലാലയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. അത്തരം ഗുരുക്കന്മാരെ നമ്മുടെ പുതിയ കലാലയങ്ങളിലെ സിസ്റ്റത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. കാരണം കാലം മാറി, AI ക്യാമറയുടെ ഒക്കെ കാലം വന്നു. അപ്പൊ ഇനിയും സിലബസ് തീരുമാനിച്ചാലും ഇപ്പൊ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ തന്നെ അവരൊരു ഗുരുവാണോ എന്ന് വിചാരിച്ചല്ല വരുന്നത്. അവരൊരു ജോലിക്ക് വരുന്നു, മാസം ശമ്പളം വാങ്ങിക്കുന്നു, അവര് പോകുന്നു. അവരുടെ മക്കളെ അവരവരുടെ സ്കൂളിൽ പഠിപ്പിക്കാതെ വേറെ അപ്പുറത്തുള്ള നല്ല അധ്യാപകർ പഠിപ്പിക്കുന്ന സ്കൂളിൽ കൊണ്ട് ചേർക്കും. പക്ഷെ എനിക്കതിനകത്ത് വിയോജിപ്പുള്ള കാര്യം, ഏറ്റവും നല്ല പരിഷ്കാരങ്ങൾ എപ്പോഴും ആദ്യം നടപ്പാക്കുന്നത് ഗവൺമെന്റ് സ്കൂളുകളിലാണ്. ഏറ്റവും നല്ല പരിഷ്കാരങ്ങൾ ഇപ്പം നമ്മുടെ എറണാകുളം GHSനെ കുറിച്ച് തന്നെ എടുത്ത് നോക്കും. എത്ര മിടുക്കന്മാരായ കുട്ടികളാണ് അവിടെ ഉള്ളത്. അവിടെ എനിക്ക് തോന്നുന്നത് ഒരു സ്പോർട്സ് 6 7 ഡോക്ടറേറ്റ് കിട്ടിയ അധ്യാപകരുണ്ട്, PhD ഉള്ള അധ്യാപകരുണ്ട്. ആ ഗവൺമെന്റ് ക്വാളിറ്റി എപ്പോഴും അവിടെയാണ്. പക്ഷെ നമുക്ക് നോക്കുമ്പോ കുറച്ച് ചില്ലൊക്കെ ഇട്ട ഒരു കൂടും ഒരു നമ്മൾ നമ്മുടെ നല്ല കോസ്റ്റ്ലി ഡ്രസ്സ് കിട്ടിട്ട് ഒരു ഗവൺമെന്റ് സ്കൂളിലോട്ടൊക്കെ കയറി പോകുന്ന ഒരു വാല്യൂ അല്ലല്ലോ. അത്യാവശ്യം നല്ല ഡ്രസ്സ് കിട്ടിയ ഒരു കാരണത്തൊക്കെ ദുരഭിമാനത്തിന്റെയും കൂടി പ്രശ്നം. എന്റെ മകൻ പഠിക്കുന്നത് ആ സ്കൂളിലാണ്. കുട്ടികളാണ്, കുട്ടികൾക്ക് യാതൊരു കണക്ഷനും ഇല്ല മറ്റുള്ള കുട്ടികളുമായിട്ട്. അധ്യാപകരുടെ കണക്ഷൻ ഇല്ല. സിലബസ് മാറി വരാം, അധ്യാപകർ മാറാം, കാഴ്ചകൾ മാറാം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചോയ്സ് ഓഫ് സബ്ജക്ട് എന്താന്നുള്ളത് നമ്മൾ തന്നെ ഒരു മനുഷ്യന്റെ ട്രാക്കിലേക്ക് മാറ്റാം. നമ്മൾ തീരുമാനിക്കണത്തൊന്നും അല്ല ഇപ്പൊ കാര്യം നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തീരുമാനം എടുക്കാനുള്ള ഇതൊക്കെ കഴിഞ്ഞു പോയി. കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കലയും സംസ്കാരവും ആയോധനവും ഈ അവന്റെ വിദ്യാഭ്യാസവും ടെക്നിക്സും
പുതിയ മോസ്റ്റ് മോഡേൺ ടെക്നോളജി എല്ലാം പഠിപ്പിക്കുന്ന ആയോധനകല എന്താണെന്ന് രീതിയിലുള്ള ചോദിച്ചാൽ സാധനങ്ങൾ ഇപ്പൊ ഉണ്ടാവും. കുട്ടികൾക്ക് പറയാൻ പറ്റുന്ന ആവേശം സിനിമ എടുത്ത് കാണിച്ചിട്ട് ഇതാണെന്ന് പറയാൻ അപ്പുറത്തോട്ട് അതെല്ലാം കഴിഞ്ഞു പോയി. അതെ, ഇപ്പൊ DPP വരും, SSA വരും, അങ്ങനെ പല പല സിലബസുകളും വന്നുകൊണ്ടേയിരിക്കും. ഒരു കുട്ടിയുടെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ അവൾക്കോ അവനോ ഏതാണ് ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്നുള്ളത് അവനും തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വീട്ടുകാർ അതിനൊരു നല്ല പാത്ത് കാണിച്ചു കൊടുക്കേണ്ടതും ഒക്കെയാണെന്നാണ് ഇപ്പൊ ഒരു അല്ലേ. അതെ, കുട്ടികളെ സിലബസിന് പുറമെ ജീവിതം പഠിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.